എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2026 ജനുവരി 19, 20 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫർ ആയിട്ടുള്ള 2499 രൂപയ്ക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദെൻ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 400 മണിക്കൂറിലേറെയുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, PQ സെഷൻസ് കൊടുക്കുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് മാത്രമല്ല മോഡൽ എക്സാമുകൾ, മറ്റ് ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇത് കേവലം 2499 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. സോ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, ഒരു ജോലി നേടുക. ഡിഗ്രി ലെവൽ പോലെ തന്നെ +2 ലെവൽ എക്സാംസ് ആയിട്ടുള്ള CPO, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫയർമാൻ ആൻഡ് ഫയർവുമൺ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതും ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 1499 രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. ദെൻ ഇത് സ്പെഷ്യൽ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാതെയാണ്. സ്പെഷ്യൽ ടോപ്പിക് ഉള്ള കോഴ്സും ഉണ്ട് കേട്ടോ, അത് വേറൊരു കോഴ്സായിട്ട് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിന് പറയുന്നത് പോലെ തന്നെ 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ ഉണ്ടാവും, PQ സെഷൻസ് ഉണ്ടാവും. ദെൻ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും, ദെൻ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. സോ ഇതെല്ലാം കൂടി ചേർത്താണ് നിങ്ങൾക്ക് 1499 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുക. ദെൻ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് 2999 രൂപയാണ്. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് ആർട്ടിമിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഓൾറെഡി തന്നെ ആർട്ടിമിസ് എന്ന് പറയുന്ന ദൗത്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നാസ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആർട്ടിമിസ് 2022 നാസ ലോഞ്ച് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു മിഷൻ ആയിരുന്നു. ദെൻ അതിന്റെ അടുത്ത പാർട്ട്, അതായത് ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ദൗത്യം എന്ത് ചെയ്യാൻ പോകുന്നു, നാസ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ എന്ത് ചെയ്യുക, വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ആർട്ടിമിസ് 2ന്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ദൗത്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിമിസ് 2 ആണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഇതിന് മുൻപ് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച നാസയുടെ ദൗത്യം എന്ന് പറയുന്നത് അപ്പോളോ 17 ആണ്. അത് 1972 1972 അവസാനമായിട്ട് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച നാസയുടെ ദൗത്യം പോയത്. ദെൻ അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ദൗത്യത്തിലൂടെ മനുഷ്യൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ചന്ദ്രനിൽ എത്തിക്കാൻ പോവുകയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ചന്ദ്രനിൽ എന്ത് ചെയ്യുന്നില്ല, മനുഷ്യനെ ഇറക്കുന്നില്ല കേട്ടോ. അപ്പോൾ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നില്ല, അവിടെ വരെ പോകുന്നു, ജസ്റ്റ് എന്താണ് ചന്ദ്രനെ വലം വയ്ക്കുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യനെ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് എത്തിക്കുക, അതായത് ആ ചന്ദ്രനിൽ ഇറക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് ആർട്ടിമിസ് 3 ദൗത്യത്തിലായിരിക്കും. സോ ആർട്ടിമിസ് 2 ചന്ദ്രന്റെ ഉപരിതലം വരെ പോവുകയുള്ളൂ. ദെൻ മനുഷ്യനെ എന്താണ് ചന്ദ്രനിൽ ഇറക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ആർട്ടിമിസ് 3 ആയിരിക്കും. അതുകൂടി വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇതിന്റെ പാർട്ടായിട്ട് ഒരു 4 പേരാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. 4 പേരാണ് ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് ചന്ദ്രനിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഈ ദൗത്യത്തിൽ പങ്കാളിയാവുന്ന ആ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് റീഡ് വീസ്മാൻ ആണ്, ഇനി മറ്റൊന്ന് വിക്ടർ ഗ്ലോവർ ആണ്. ദെൻ അതുപോലെ തന്നെ ക്രിസ്റ്റീന കോച്ച്. ഇതിൽ ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്നത് ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളിയാവുന്ന ആദ്യ വനിതയാണ്. ദെൻ അതുപോലെ തന്നെ വിക്ടർ ഗ്ലോവർ എന്ന് പറയുന്നത് ഈ ഒരു ദൗത്യം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ചന്ദ്രനിലെത്തുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായിട്ട് മാറും. ഇനി അതുപോലെ തന്നെ ജെറമി ഹാൻസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് കാനഡക്കാരനാണ്. ദെൻ അദ്ദേഹം മറ്റൊരു നേട്ടം കൂടി, ഒരു മിഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അദ്ദേഹം സ്വന്തമാക്കുന്ന നേട്ടം എന്ന് പറയുന്നത് ഈ ഒരു ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമാവുന്ന അമേരിക്കക്കാരനല്ലാത്ത ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നതായിട്ട് ആ ഒരു നേട്ടം എന്ത് ചെയ്യുന്നു, അദ്ദേഹം സ്വന്തമാകും. സോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യാം, ഇത് വിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. അതായത് സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അപ്പോൾ എന്താണ് സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ എത്രാമത്തെ 13ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്. അപ്പോൾ അത് TV ചന്ദ്രനാണെന്നുള്ള കാര്യം ഓർക്കുക. ഈ പേര് നമുക്ക് പരിചിതമാണ് അല്ലേ. കാരണം 2022 JC ഡാനിയൽ പുരസ്കാരം നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് നൽകുന്ന സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന JC ഡാനിയൽ പുരസ്കാരം. അപ്പോൾ 2022 ഈ പറയുന്ന JC ഡാനിയൽ പുരസ്കാരം നേടിയത് TV ചന്ദ്രനായിരുന്നു. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചതേ ഉള്ളൂ അല്ലെ, 2024 ശാരദയ്ക്കായിരുന്നു. അപ്പോൾ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരം നേടിയത് ആരാണ്? TV ചന്ദ്രനാണ്. വളരെ കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്യുക.
ഇനി അടുത്തത് ഒരു ആത്മകഥയാണ്. അപ്പോൾ ജസ്റ്റ് ബുക്സ് ആൻഡ് ഓതേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. കവി കെ സച്ചിദാനന്ദന്റെ ആത്മകഥ. നമുക്കറിയാം മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു കവിയാണ് അല്ലേ കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? അത് അവിരാമം. എന്താണ്? അവിരാമം എന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ പറയുന്ന പലരുടെയും ആത്മകഥകൾ പുറത്തിറങ്ങിയ സമയത്ത് റീസെന്റ് ആയിട്ട് PSC ചോദിച്ചതാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായിട്ടുള്ള കാലം സാക്ഷി പുറത്തിറങ്ങിയ സമയത്ത് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം ഒരുപാട് തവണ ചോദിച്ചതാണ്. അപ്പോൾ ഇപ്പൊ നോക്കി വെക്കുക, അവിരാമം എന്ന് പറയുന്നത് കവി കെ സച്ചിദാനന്ദന്റെ ആത്മകഥയാണ്. ഇനി അടുത്തത് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നോക്കാം, 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെ വെച്ചാണ് നടന്നത്? തൃശ്ശൂർ വെച്ചാണ് അല്ലേ? തൃശ്ശൂർ വെച്ചാണ് എന്ത് ചെയ്തത്? നടന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ ആരാണ് ഓവറോൾ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ് ഓവറോൾ നേടിയത്. അപ്പോൾ 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെ വെച്ച് നടന്നു? തൃശ്ശൂർ വെച്ച് നടന്നു. അതിൽ ഓവറോൾ നേടിയത് ആരാണ്? കണ്ണൂരാണ്. 2ാം സ്ഥാനത്ത് തൃശ്ശൂരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പഴയ അതാണ് കലോത്സവത്തിൽ കൂടെ പോയാലോ? അതായത് 2025 നടന്ന 2024-25 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീടം നേടിയത് തൃശ്ശൂരാണ്. വേദി തിരുവനന്തപുരമായിരുന്നു. ദെൻ ഈ വർഷത്തെ ഈ കലോത്സവത്തിന്റെ കുറെ വേദികളുണ്ടല്ലോ, പരിപാടികൾ നടക്കുന്ന സ്റ്റേജുകളുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ഇത്തവണ നൽകിയിരുന്ന പേരുകൾ എന്ന് പറയുന്നത് പൂക്കളുടെ പേരുകളായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം നദികളുടെ പേരുകളായിരുന്നു. 2025 നടന്നപ്പോൾ നദികളുടെ പേരും, ഇപ്രാവശ്യം എന്താണ്? പൂക്കളുടെ പേരുമാണ് നൽകിയിരുന്നത്. ദെൻ കഴിഞ്ഞ തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി എന്ന് പറയുന്നത് MT നില. കാരണം ആ സമയത്ത് MT വാസുദേവൻ നായർ മരിച്ചതായിരുന്നു. അദ്ദേഹത്തിലുള്ള ആദര സൂചകമായിട്ട് MT നില എന്നാണ് പേര് നൽകിയിരുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ഈ വർഷത്തെ കലോത്സവത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പേര് കൂടിയുണ്ട് കേട്ടോ. സിയ ഫാത്തിമ എന്ന് പറയുന്ന ഒരു പേര് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ആദ്യമായിട്ട് കലോത്സവത്തിൽ ഈ പറയുന്ന വീഡിയോ കോൺഫറൻസ് വഴി ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? കലോത്സവത്തിൽ പങ്കെടുക്കുന്നു. അത് ആദ്യമായിട്ടാണ്. സോ സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായിട്ട് വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുത്ത കുട്ടിയാണ് എന്തെന്ന് പറയുന്നത്? സിയ ഫാത്തിമ. സോ ഈ ഒരു പേര് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് നമ്മുടെ KSEBയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ പല സമയങ്ങളിലായിട്ട് വിജിലൻസ് പല ക്രമക്കേടുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പരിശോധനകൾ നടത്താറുണ്ട്. അത്തരത്തിൽ KSEBയിൽ നടത്തിയൊരു പരിശോധനയാണ്, അതായത് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണേ, KSEB കറണ്ട് അങ്ങനെ ഓർത്ത് വെച്ചോടാം. അപ്പോൾ നമുക്ക് നോക്കാം, KSEBയിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിലെ ക്രമക്കേട് കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ പരിശോധന. എന്താണ് പേര്? ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. എന്താണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്? എന്ത് കണ്ടെത്താനായിട്ടാണ്? KSEBയിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ക്യാമ്പയിൻ ആണ് കേട്ടോ. അതായത് പറന്നുയരാം കരുത്തോടെ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കേട്ടോ. പറന്നുയരാം കരുത്തോടെ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ, അതായത് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ. സോ ആരാണ് ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത്? വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആണ് എന്തെന്ന് പറയുന്നത്? പറന്നുയരാം കരുത്തോടെ. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാലോ, എന്താണ് പറന്നുയരാം കരുത്തോടെ? വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആണ്. ഇനി എന്താണ് ഈ ക്യാമ്പയിൻ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സ്ത്രീകളെ എന്ത് ചെയ്യുക? പ്രാപ്തരാക്കുക. ദെൻ ആരാണ് ഈ ഒരു ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ. ആരാണ്? മഞ്ജു വാര്യർ ആണ് ഈ ഒരു ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ. സോ കൃത്യമായിട്ട് ആ ഒരു പേരും കൂടി ഓർക്കുക. ദെൻ ആരാണ് നിലവിലെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ? അത് സതീദേവിയാണ് അല്ലെ. P സതീദേവിയാണ് നിലവിലെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യം നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ പറഞ്ഞതൊരു ക്യാമ്പയിൻ ആണ്, പറന്നുയരാം കരുത്തോടെ. ആരാണ് ബ്രാൻഡ് അംബാസിഡർ? മഞ്ജു വാര്യർ ആണ്. ദെൻ ഇത് വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞു. വനിതാ കമ്മീഷൻ പറഞ്ഞതുകൊണ്ട് ചെയർപേഴ്സൺ ആരാണ്? P സതീദേവി. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യൻ നഗരം. അപ്പോൾ എന്താണ് പറഞ്ഞത്? ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിയുടെ വേദി ഏത് നഗരമാണ്? അപ്പോൾ മുംബൈ ആണെന്നുള്ള കാര്യം ഓർക്കുക. വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക. ഒരു വേദി ആയതുകൊണ്ടാണ്, അത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഉച്ചകോടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തതൊരു കൃത്രിമ പശുവിനത്തെ വികസിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഹരിയാനയിലെ കർണാലിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത ഒരു കൃത്രിമ പശു ഇനം. അതിന്റെ പേരെന്ന് പറയുന്നത് കരൺ ഫ്രൈസ് എന്നാണ്. കരൺ ഫ്രൈസ്. അപ്പോൾ കരൺ ഫ്രൈസ് എന്ന് പറയുന്നത് ഏതിനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പശുവിനമാണ്. അപ്പോൾ ഇത് വികസിപ്പിച്ചത് ഹരിയാനയിലെ കർണാലിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ് ഉത്തർപ്രദേശിലുള്ള ഈ പറയുന്ന വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതുപോലൊരു പശുവിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരെന്ന് പറയുന്നത് വൃന്ദാവനി കേട്ടോ. വൃന്ദാവനി. അപ്പോൾ വൃന്ദാവനി എന്ന് പറയുന്നത് എന്താണ്? ഒരു പശുവിനമാണ്. സോ അതുകൂടി ഒന്ന് ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു സമാധാന ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് US പ്രഖ്യാപിച്ച സമാധാന ബോർഡിന്റെ സ്ഥാപക അംഗങ്ങൾ ആരൊക്കെയാണ്? അപ്പോൾ മാർക്കോ റുബയും ടോണി ബ്ലെയറുമാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന ടോണി ബ്ലെയറിനെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. കാരണം ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഈ പറയുന്ന ടോണി ബ്ലെയർ എന്ന് പറയുന്നത്. ദെൻ ഈ പറയുന്ന ഗാസയിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ ഗാസയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ ഒരു സമാധാന ഉടമ്പടിയൊക്കെ നിലവിൽ വന്നതിന് ശേഷം ഇപ്പോൾ കുറച്ച് ഓക്കെ ആണ് എന്നേ ഉള്ളൂ. അപ്പോൾ US പ്രഖ്യാപിച്ച ഗാസ സമാധാന ബോർഡ്, അങ്ങനെ തന്നെ പഠിക്കുക, ഗാസ സമാധാന ബോർഡ്, അതിന്റെ സ്ഥാപക അംഗങ്ങൾ എന്ന് പറയുന്നത് മാർക്കോ റുബയും ടോണി ബ്ലെയറുമാണ്. ഇതിന്റെ ചെയർമാൻ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ഡൊണാൾഡ് ട്രംപ് ആണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം റീസെന്റ് ആയിട്ട് ഫിഫയുടെ സമാധാന പുരസ്കാരവും ഇസ്രായേലിന്റെ സമാധാന പുരസ്കാരവും ഒക്കെ ആർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? ട്രംപിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മച്ചാഡോ ഈ റീസെന്റ് ആയിട്ട് ഈ നൊബേൽ അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഒരു എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ദി ഹൈ സീസ് ട്രീറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എഗ്രിമെന്റ് നിലവിൽ വന്നത് എന്നാണ്. കാരണം കുറേ കാലം കൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ദ ഹൈ സീസ് ട്രീറ്റി എന്ന് പറയുന്നത്. സോ അതിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ജനുവരി 17 എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ പറയുന്ന ദി ഹൈ സീസ് ട്രീറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എഗ്രിമെന്റ് നിലവിൽ വന്നിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന എഗ്രിമെന്റിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തെയും സമുദ്രജീവികളെയും സംരക്ഷിക്കാനുള്ള നമ്മുടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ എഗ്രിമെന്റ് ആണ്, ഉടമ്പടിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്നത് ദി ഹൈ സീസ് ട്രീറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അവിയൽ പരുവായുള്ള റിപ്പോർട്ടാണിത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം. സോ നിങ്ങൾ ഇത്രയും മാത്രം ഒന്ന് നോക്കി വയ്ക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. ദെൻ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർക്കുക. മൂന്നാം സ്ഥാനത്ത് അമേരിക്കയാണ്. സോ ബേസിക് ആയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം എന്ന് പറയുന്നത് ചൈന, പിന്നെ ഇന്ത്യ, അമേരിക്ക. ദെൻ ഈ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷന്റെ ഡയബറ്റീസ് അറ്റ്ലസ് എന്ന് പറയുന്ന റിപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഡയബറ്റീസ് ഫെഡറേഷന്റെ ഡയബറ്റീസ് അറ്റ്ലസ് എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്ന ഡേറ്റാസ് 2024 ഡേറ്റാസ് പ്രകാരമാണ്. ദെൻ റിപ്പോർട്ടിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് 2025 ദെൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് 2026 ഇതിനെ പറ്റിയിട്ട് ഒരു ജേർണൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 2025 റിപ്പോർട്ട് ദെൻ എന്താണ് ജേർണൽ പ്രസിദ്ധീകരിച്ച ഇപ്പോൾ 2026 ഇതിന്റെ ഡേറ്റാസ് 24 മാത്രമല്ല 2050 ഒരു ഏകദേശ കണക്ക് എങ്ങനെ ആയിരിക്കും എന്നൊരു പ്രഡിക്ഷൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ടിലുണ്ട്. സോ അതുകൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ മനസ്സിലിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യം ഇത്രയേ ഉള്ളൂ. അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ചൈനയാണ്, രണ്ടാമത് ഇന്ത്യയാണ്. എഗെയിൻ മറ്റൊരു റിപ്പോർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? രണ്ടാം സ്ഥാനം. ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ അമേരിക്കയെ പിന്തള്ളിയാണ് ഇന്ത്യ എന്ത് ചെയ്തത്? രണ്ടാം സ്ഥാനത്ത് എത്തിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനം അറിയണമല്ലോ. ഒന്നാം സ്ഥാനം ആരാ? നിങ്ങൾ ഗസ് ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റ് ആണ്, ചൈനയാണ് ഒന്നാം സ്ഥാനം. ആരാണ്? ചൈനയാണ് ഒന്നാം സ്ഥാനം. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഓസ്ട്രേലിയൻ ഓപ്പണിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരം. കാരണം നമുക്കിപ്പോൾ അറിയാം ഒരു വർഷത്തിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഏതാണ്? അത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് അല്ലേ? സോ അതിപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ടൂർണമെന്റ് തുടങ്ങുന്ന സമയത്ത് അവരുടെ നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് വീനസ് വില്യംസ്. കാരണം ഓസ്ട്രേലിയൻ ഓപ്പണിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരം എന്ന് പറയുന്നത് വീനസ് വില്യംസ് ആണ്. ദെൻ ഇവര് US-ന്റെ താരമാണെന്ന് ഓർക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ പറഞ്ഞതുകൊണ്ട് തന്നെ 2025 പുരുഷ സിംഗിൾസ് ആർക്കായിരുന്നു? ജാനിക് സിന്നറിനായിരുന്നു അല്ലേ? ദെൻ അതുപോലെ തന്നെ വനിതാ സിംഗിൾസിലേക്ക് വരികയാണെങ്കിൽ ആർക്കായിരുന്നു? അത് മാഡിസൺ കേസ് കേട്ടോ. അമേരിക്കയുടെ മാഡിസൺ കേസിനാണ് കഴിഞ്ഞ വർഷം വനിതാ സിംഗിൾസിൽ കിരീടം കിട്ടിയെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കഴിയുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരമെന്ന നേട്ടം തുടർച്ചയായ 3ാം വർഷവും സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നുള്ള കാര്യം ഓർക്കുക. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇദ്ദേഹം തന്നെയാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇദ്ദേഹം നിലവിൽ അൽ നേസറിന്റെ താരമാണ്, സൗദി ക്ലബ്ബായ അൽ നേസറിന്റെ താരമാണ്, പോർച്ചുഗൽ താരമാണ്. ദെൻ അപ്പോൾ ലയണൽ മെസ്സി എത്രാം സ്ഥാനത്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ലയണൽ മെസ്സി 3ാം സ്ഥാനത്താണ് കേട്ടോ. ലയണൽ മെസ്സി അർജന്റീനൻ താരമാണ്. ക്ലബ്ബ് ഫുട്ബോളിൽ അമേരിക്കൻ ക്ലബ്ബായുള്ള ഇന്റർ മിയാമിയുടെ താരമാണ്. അദ്ദേഹം 3ാം സ്ഥാനത്ത്
സ്ഥാനത്തായിരിക്കും. ദെൻ അദ്ദേഹം 3-ാം സ്ഥാനത്താണ്, റൊണാൾഡോ 1-ാമതാണ് എങ്കിൽ 2-ാം സ്ഥാനത്ത് ആര് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ അടിക്കേണ്ട, അതൊരു ബോക്സിംഗ് താരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു പേര് മനസ്സിലാക്കി വെച്ചേക്കണം. അത് കനലോ അൽവാരസ്. ആരാണ്? കനലോ അൽവാരസ് എന്ന് പറയുന്ന ബോക്സിംഗ് താരമാണ് 2-ാമതുള്ളത്. അപ്പോൾ കനലോ അൽവാരസ് എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരമെന്ന നേട്ടം തുടർച്ചയായ 3-ാം വർഷവും സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. കനലോ അൽവാരസ് എന്ന് പറയുന്ന ബോക്സിംഗ് താരം 2-ാമത്, ലയണൽ മെസ്സി 3-ാമത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ് 2026 നടന്ന ആഫ്രിക്കൻ നേഷൻസ് ലീഗ്. അപ്പോൾ 2026 നടന്ന ആഫ്രിക്കൻ നേഷൻസ് ലീഗ് ജേതാക്കൾ, ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെനഗലാണ് ജേതാക്കൾ. അവരുടെ 2-ാമത്തെ കിരീടമാണ് എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്യുക. ദെൻ ഇവർ ആരെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്? അപ്പോൾ 2026 ആഫ്രിക്കൻ നേഷൻസ് ലീഗിൽ എന്താണ്, ആരെ പരാജയപ്പെടുത്തി സെനഗൽ ജേതാക്കളായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി കേട്ടോ. മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തെ പരാജയപ്പെടുത്തി സെനഗൽ എന്ത് ചെയ്തത്? കിരീടം നേടിയത്. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഡിഗ്രി ലെവൽ ഒരുപാട് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ടാലന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് കം മെയിൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയം വരെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങൾ SCRT ഫാക്ടറികളൊക്കെ ആഡ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com വെബ് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് ആർട്ടിമിസ് 2 ആയിരുന്നു അല്ലേ. ആർട്ടിമിസ് 2 നാസയുടെ മിഷനാണ്. അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ വീണ്ടും എന്ത് ചെയ്യുക, ചന്ദ്രനിൽ എത്തിക്കുക എന്നതാണ് ഈ ഒരു ദൗത്യം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതിനുശേഷം 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു. ആരാണ് അത്? കണ്ണൂരാണ്. വേദി തൃശ്ശൂരായിരുന്നു. അതിനുശേഷം ഒരു ഓപ്പറേഷൻ പറഞ്ഞു. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുമ്പോൾ KSEB. സോ KSEBയിലെ ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസുകളിലെ ക്രമക്കേട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആര് നടത്തിയത്? വിജിലൻസ് നടത്തിയ പരിശോധന, ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. അതിനുശേഷം പറഞ്ഞു എന്താണ്? പറന്നുയരാം കരുത്തോടെ. ഒരു ക്യാമ്പയിൻ ആണ്, വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആണ്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ ആണ്. എന്താണ് ക്യാമ്പയിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ഒരു ക്യാമ്പയിനാണ് പറന്നുയരാം കരുത്തോടെ. അതിനുശേഷം പറഞ്ഞതൊരു വേദിയായിരുന്നു. എന്ത് വേദിയായിരുന്നു? ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യൻ നഗരം എവിടെയാണ്? മുംബൈ ആണ് അല്ലെ. അതിനുശേഷം ഒരു പശുവിനത്തെ പറഞ്ഞല്ലേടാ, കരൺ ഫ്രൈസ് എന്ന് പറയുന്ന പശുവിനം, അതായത് ഹരിയാനയിലെ കർണാലിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത ഒരു കൃത്രിമ പശുവിനമാണ് എന്തെന്ന് പറയുന്നത്? കരൺ ഫ്രൈസ്. അതിനുശേഷം പറഞ്ഞു എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണെന്ന് കൃത്യമായിട്ട് ഓർക്കുക. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം 2024 ഡേറ്റാസ് പ്രകാരമാണ്. ഇതേ സെയിം റിപ്പോർട്ട് തന്നെ 2050 ഡേറ്റാസും വെച്ച് നോക്കുന്നുണ്ട്. അപ്പോഴും 1-ാം സ്ഥാനത്ത് ചൈന തന്നെയാണ്, 2-ാം സ്ഥാനത്ത് ഇന്ത്യ തന്നെയാണ്, 3-ാം സ്ഥാനത്ത് അമേരിക്ക തന്നെയാണ്. ഈ റിപ്പോർട്ട് 2025 റിപ്പോർട്ട് എന്ന ഹെഡിങ്ങോടുകൂടിയാണ് 2025 റിപ്പോർട്ട് എന്നാണ് ഹെഡിങ് വന്നിരിക്കുന്നത്. പക്ഷേ റീസെന്റ് ആയിട്ട് ഒരു ജേണൽ എന്ത് ചെയ്തു? പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു എന്നേ ഉള്ളൂ. അതിനുശേഷം പറഞ്ഞൊരു പുരസ്കാരം, അതായത് സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് പറഞ്ഞു. അത് TV ചന്ദ്രനാണ്, മുൻ JC ഡാനിയൽ പുരസ്കാര ജേതാവാണ്. അതുപോലെ തന്നെ കവി K സച്ചിദാനന്ദന്റെ ആത്മകഥ പറഞ്ഞു അല്ലെ, അവിരാമം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. അതിനുശേഷം പറഞ്ഞത് US പ്രഖ്യാപിച്ച സമാധാന ബോർഡിന്റെ സ്ഥാപക അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു. മാർക്ക് റുബയും അതുപോലെ തന്നെ ടോണി ബ്ലെയറുമാണ്. ഇതിന്റെ ചെയർമാനെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക, ട്രംപ് ആണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് പറഞ്ഞു. എത്രയാണ്? 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. അതിനുശേഷം പറഞ്ഞ പോയിന്റ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ്? ഓസ്ട്രേലിയൻ ഓപ്പണിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരം ആരാ? വീനസ് വില്യംസ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിയുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യും. കാരണം ഈ പറയുന്ന ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്ന 4 ടൂർണമെന്റ് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ, അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, അതുപോലെ തന്നെ US ഓപ്പൺ. ഈ 4 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ടൂർണമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. സോ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം പറഞ്ഞത് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരമെന്ന നേട്ടം തുടർച്ചയായുള്ള 3-ാം വർഷവും സ്വന്തമാക്കിയത് ആരാണെന്ന് പറഞ്ഞു. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഉടമ്പടി വന്ന കാര്യം പറഞ്ഞു അല്ലേ, അതായത് ദി ഹൈ സീസ് ട്രീറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ, അത് നിലവിൽ വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന സമുദ്രത്തെയും സമുദ്രജീവികളെയും സംരക്ഷിക്കാനുള്ള ആഗോള തലത്തിലുള്ള ആദ്യത്തെ ഒരു എഗ്രിമെന്റ് ആണ് ഈ പറഞ്ഞത്. അത് പ്രാബല്യത്തിൽ വന്നത് 2026 ജനുവരി 17-നാണ്. അതിനുശേഷം ദി ആഫ്രിക്കൻ നേഷൻസ് കപ്പ് പറഞ്ഞു. അതിലെ ജേതാക്കൾ എന്ന് പറയുന്നത് സെനഗൽ ആണെന്ന് പറഞ്ഞു. അവർ മൊറോക്കയെ പരാജയപ്പെടുത്തി എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക.
ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, G7 ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിന്റെ വേദി എവിടെയെന്നാണ്. അപ്പോൾ വാഷിംഗ്ടൺ DC, പാരീസ്, ബെർലിൻ, ലണ്ടൻ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 78ാമത് ഇന്ത്യൻ ആർമി ദിന പരേഡ് നടന്നത് എവിടെ എന്നാണ്. അപ്പോൾ ലക്നൗ, ന്യൂഡൽഹി, ജയ്പൂർ, ഭോപ്പാൽ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ്. അപ്പോൾ നമുക്കറിയാവുന്നൊരു പേഴ്സണാലിറ്റി ആണ്. എസ് ഹരീഷ് ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതേ ഹരീഷിന് തന്നെ JCB പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ സാഹിത്യം നൽകുന്ന ഏറ്റവും ഉയർന്ന പ്രൈസ് മണിയുള്ള പുരസ്കാരമായിട്ടുള്ള JCB സാഹിത്യ പുരസ്കാരം ഈ പറയുന്ന ഹരീഷിന് കിട്ടിയിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് മീശ എന്ന് പറയുന്ന കൃതിക്ക്. സോ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി. ഇപ്പൊ കൂടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. എവിടെയാ? തൃശ്ശൂരാണ് വേദി എന്ന് പറയുന്നത്. ദെൻ ഓവറോളിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കാണ് ഓവറോൾ കിട്ടിയത്? ഇത് കണ്ണൂരിനാണ് അല്ലെ. ദെൻ കഴിഞ്ഞ വർഷമാണെങ്കിൽ അത് എവിടെ വെച്ച് നടന്നു? തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. അന്ന് ഓവറോൾ കിട്ടിയത് ആർക്കാണ്? തൃശ്ശൂരിനാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. അപ്പോൾ 2026 ജനുവരി 19-20 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.